scientists by Snell and Jenna. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റ് മത്സരത്തിൽ പങ്കെടുത്ത ചില കുട്ടികളെ പരിചയപ്പെടാനാണ്. നമുക്ക് ഓരോന്നായി തുടങ്ങാം. നമസ്കാരം, ഞാൻ അനഘ KS. നിങ്ങളുടെ ശ്വാസത്തിന്റെ താളം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ജനിച്ചത് മുതൽ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ, ശ്വസനം. അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ നമ്മുടെ ശരീരം വലിച്ചെടുത്ത് നമ്മൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നമ്മൾ നോസ്ട്രിൽസ് വഴി വലിച്ചെടുത്ത് അത് നാസൽ കാവിറ്റിയിലെത്തും. അവിടെ നിന്ന് ഫാരിങ്സിൽ നിന്ന് തൊട്ടി വഴി ബ്രോങ്കിയിലും ബ്രോങ്കസിലും അവിടെ നിന്ന് ആൽവിയോളയിലും എത്തുന്നു. ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോളയിലുള്ള ഓക്സിജൻ കാപ്പിലറീസ് വഴി ഹീമോഗ്ലോബിനുമായി ചേർന്ന് സെൽസിലേക്ക് എത്തുന്നു. സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് കാപ്പിലറീസ് വഴി ആൽവിയോളയിലെത്തി റിലീസ് ചെയ്യും. ലെൻസിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാം. ലെൻസിൻ്റെ പാർട്സായ ട്രക്കിയ, ബ്രോങ്കി, ബ്രോഞ്ചസ്, ആൽവിയോളെ, പിന്നെ നമ്മുടെ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട്, പ്ലൂറ മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ്. ഇത് നമ്മുടെ ലെൻസിൻ്റെ സർഫേസിലെ ഫ്രിക്ഷനെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നമ്മുടെ ലെൻസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊറാസിക് ചാമ്പറിലാണ് നമ്മുടെ ലെൻസിൻ്റെ ലൊക്കേഷൻ. എയർ കടക്കുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും ഉള്ള ലെൻസിൻ്റെ ചേഞ്ച് നമുക്കൊന്ന് കാണാം. സ്മോക്കിംഗ്, ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി, ഇതെല്ലാം നമ്മുടെ ലെൻസിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ്. എൻഫൈസേമ, ലങ് ക്യാൻസർ തുടങ്ങിയ എല്ലാം ലെൻസിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ചില വൈറസുകളും നമ്മുടെ ലെൻസിനെ ബാധിക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കണം. മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശീലമാക്കണം. നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ ബലൂണിൻ്റെ നിർമ്മാണമാണ്. നമ്മൾ ഒരു ബലൂണിൽ എയർ നിറച്ചാൽ അത് ഫ്ലോട്ട് ചെയ്യുമെന്നല്ലാതെ ഉയരത്തിൽ പോകില്ല. എന്നാൽ ഹൈഡ്രജൻ വാതകം നിറച്ച ഒരു ബലൂണിന് വായുവിൽ വളരെ ഉയരത്തിലായി ഫ്ലോട്ട് ചെയ്യാനാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഹൈഡ്രജൻ വാതകത്തിന് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതിനാൽ ഹൈഡ്രജൻ നിറച്ചുള്ള ഒരു ബലൂൺ ആദേശം ചെയ്യുന്ന അഥവാ ഡിസ്പ്ലേസ് ചെയ്യുന്ന എയർ പ്രയോഗിക്കുന്ന അത്ര ഹൈഡ്രജൻ നിറച്ച ബലൂണിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബലൂൺ വായുവിൽ ഉയർന്നു പോകുന്നത്. ഇനി ഹൈഡ്രജൻ ബലൂണിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. ഹൈഡ്രജൻ ബലൂൺ തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കൾ: ചെറിയ കല്ലുകൾ പൊടിഞ്ഞിട്ടുള്ള അലുമിനിയം ഫോയിൽ, ട്രെയിൻ ക്ലീനർ, ബലൂൺ, ഒരു കിലോയ്ക്ക് 3/4 ഭാഗത്തോളം വെള്ളം. അലുമിനിയം ഫോയിൽ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നതിന് വേണ്ടിയാണ് അതിൽ കല്ല് വെക്കുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമ്പോൾ ബലൂണിലേക്ക് അലുമിനിയം ഫോയിൽ കൂടി കടക്കും. ഡ്രെയിൻ ക്ലീനറിന്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സാധാരണ ഡ്രെയിൻ ക്ലീനർ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലും മറ്റും ബ്ലോക്ക് ആകാറുള്ള കിച്ചണിലെ സിങ്ക് അല്ലെങ്കിൽ ടബൊക്കെ ക്ലീൻ ചെയ്യാനാണ്. ഡ്രെയിൻ ക്ലീനർ ബലൂണിലിട്ട ശേഷം ബലൂൺ കുപ്പിയുടെ വായിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുപ്പിയിലേക്ക് അലുമിനിയം ഫോയിലും സോഡിയം ഹൈഡ്രോക്സൈഡും ഇടുമ്പോൾ പതഞ്ഞു പൊങ്ങുന്നത് നമുക്ക് കാണാം. ഇവിടെ അലുമിനിയവും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്ത് സോഡിയം അലുമിനേറ്റും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഗ്യാസ് ബലൂണിലേക്ക് നിറയുന്നതിനനുസരിച്ച് ബലൂൺ വീർത്തു വരുന്നു. അതേസമയം റിയാക്ഷൻ നടത്തുന്നതിനോടൊപ്പം അലുമിനിയം ഫോയിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ പുറത്ത് ഇപ്പോൾ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. അലുമിനിയം ഫോയിൽ ഡിസോൾവ് ആകുന്നതോടെ കുപ്പിയുടെ അടിഭാഗത്ത് കല്ലുകൾ അവശേഷിക്കുന്നത് കാണാനാകും.
ഇനി നമുക്ക് ബലൂൺ ഉയർത്താം. നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഇപ്പോൾ നല്ല ഉയർത്തിൽ പോകും. എന്റെ പേര് ആദിത്യ. ഞാൻ ഇന്നിവിടെ ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റിന്റെ പേര് കാൻഡിൽ സീസോ എക്സ്പെരിമെന്റ് എന്നാണ്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് 2 ഗ്ലാസുകളാണ്. പിന്നെ ഒരു കാൻഡിൽ എടുത്ത് അതിന്റെ നടുവിലൂടെ ഒരു സൂചി തുളച്ച് അങ്ങനെ തിരിയുക. പിന്നെ ലൈറ്റർ. ഇനി നമ്മള് 2 ഗ്ലാസുകൾ എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ സൂചി എടുത്ത് ഇങ്ങനെ 2 ഗ്ലാസ്സിലും പരസ്പരം ചേർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ലൈറ്റർ എടുത്ത് ഇതിന്റെ 2 തലപ്പും കത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കാൻഡില് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ കളിക്കുന്ന സീസ പോലെ ഇളകി കളിക്കുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് കുറെ നേരം കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ എക്സ്പെരിമെന്റ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ ബൈ. ഇവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണം തനിയെ വീർക്കുന്ന ബലൂൺ. അതിനാവശ്യമായ സാമഗ്രികൾ: ഒരു കുപ്പി, ഫണൽ, ബലൂൺ, സോഡാപ്പൊടി, വിനാഗിരി. ആദ്യം സോഡാപ്പൊടി ബലൂണിലേക്ക് നിറയ്ക്കണം. അതിനുശേഷം വിനാഗിരി കുപ്പിയിലേക്ക് ഒഴിക്കണം. അതിനുശേഷം കുപ്പിയിലേക്ക് ബലൂൺ ഉറപ്പിക്കണം. അസിറ്റിക് ആസിഡും അപ്പക്കാരും കൂടി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുമൂലമാണ് ബലൂൺ വരുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനീറ്റ കുതിച്ചത്ത്. ഞാൻ ഇവിടെ ഒരു കൊച്ചു പരീക്ഷണമായാണ് എത്തിയത്. പരീക്ഷണത്തിൻ്റെ സാമഗ്രികൾ: ഒരു ചെറിയ കാർഡ്ബോർഡ് കഷ്ണം എടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുക്കുക. കാർഡ്ബോർഡ് ഗ്ലാസ്സിന് മുകളിലായിട്ട് ഇങ്ങനെ അമർത്തി വയ്ക്കുക. ഗ്ലാസ്സിൽ വെക്കുക. കാർഡ്ബോർഡ് വീഴുന്നല്ലോ. ഗ്ലാസിന്റെ മുകളിൽ അന്തരീക്ഷമർദ്ദം ഉള്ളത് കൊണ്ടാണ് കാർഡ്ബോർഡ് വീഴാതിരിക്കുന്നത്. ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പൊടിയുടെ കളറ് മാറുന്നതാണ്. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. നന്നായി ഒന്ന് കലക്കുമ്പോൾ മഞ്ഞ നിറാണ്. നമുക്കതിലേക്ക് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യാം. ഒരു റെഡിഷ് കളറായി. നമുക്ക് ഇനി വീണ്ടും യെല്ലോ നിറത്തേക്ക് ആക്കാൻ കുറച്ച് നാരങ്ങനീര് വയ്ക്കാം. യെല്ലോ നിറമായി. Hi friends, in the video, the matchstick is getting burned without the contact or flame from the candle. What would be the reason? I'll tell you. First, we should know about the matchstick and the matchbox. Usually we burn the matchstick by rubbing on the matchbox. Have you noticed the red color dots on the matchbox and also the tip of matchstick? When we rub the tip of the matchstick on a matchbox, it starts to burn. The chemical components which is used to burn a matchstick are potassium chloride and antimony trisulfide and also white phosphorus. But the white phosphorus is most danger for the manufacturers and also people who uses that, because the white phosphorus burns fast, so it's danger.
Now let's see what chemicals are present on the dotted surface of a matchbox. We use glass powder on the surface of matchbox, but we can see red color dots on the matchbox. The reason for the red color is red phosphorus. Red phosphorus is less dangerous than white phosphorus, so the dots are looking in red color. Let's see how does it work. If we strike a matchstick on the matchbox surface, the red phosphorus turns to white phosphorus. The white phosphorus reacts with potassium chloride and the heat is provided there. From that heat, the antimony trisulfate starts to burn. But in the video, we can see the matchstick is getting burnt without the contact of the flame from the candle. The reason is that the heat is already provided from the candle, so the antimony trisulfide burns. Let us go to the next video. In the video, we can see the candle is getting relighted from the matchstick. What would be the reason? The reason is that when you blow the candle out, vaporized wax briefly remains in the air. If you apply a heat source quickly enough, you can ignite the wax and use the reaction to relight the wick of the candle. Although it looks like you are lighting the candle with smoke, it's really just the wax vapor ignites.